വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് മറ്റൊരു വർക്ക്ഷോപ്പ് വ്ലോഗാണ്. ആൻഡ് ഇപ്രാവശ്യം ഞാൻ മിടുക്കി കുട്ടിയായിട്ട് വ്ലോഗ് എടുക്കുന്നതായിരിക്കും. അതോ ഇത് സത്യം 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 ഇവന്റെ തല തൊട്ട് സത്യം ചെയ്യുന്നു. ഞാൻ ഇന്നത്തെ വ്ലോഗ് വൃത്തിയായിട്ട് എടുക്കും. ഓക്കെ, സോ ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്. നമ്മൾ 8 മണിക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എവിടെയും പോണേന് ലേറ്റ് ആവാത്ത രണ്ടുപേരായതുകൊണ്ടും ഞാൻ പിന്നെ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങുന്ന ആളായതുകൊണ്ടും നുണ പറയുന്നത് കേട്ടാ. എവിടെ പോവാണെങ്കിലും 1 മണിക്കൂർ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങണോണ്ട് ഇടയ്ക്കും തടയ്ക്കും എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് കോമ്പൻസേറ്റ് ആയി പോകും. അപ്പൊ ഞാൻ എല്ലാവരോടും ഒരു ടിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് പോകുമ്പോൾ എപ്പോൾ പോവുകയാണെങ്കിലും ഒരു അരമണിക്കൂർ ബാലൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വഴിയിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. ഇന്ന് പലതും സംഭവിച്ചു. ഞാൻ ഇപ്പൊ തന്നെ കിതയ്ക്കുന്നുണ്ട്. ഇന്നത്തെ വാമപ്പ് എന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതായത് രാവിലെ ഇറങ്ങി ഇവിടുത്തെ UK-കാരുടെ പ്രശ്നമാണ്. ഞാൻ UK-യിലാണ്. നമ്മുടെ നാട്ടിലും വണ്ടിയുള്ള ആൾക്കാരാണ്, വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, വണ്ടി പല രീതിയിലും നമ്മൾ പാർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ UK-ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പോണ വഴിക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ചില്ല് തല്ലി പൊട്ടിക്കുക, അല്ലെങ്കിൽ ഒന്ന് തുപ്പിയിടുക, അല്ലെങ്കിൽ പഞ്ചറാക്കുക, ടയർ ഊരിക്കൊണ്ടുപോവുക. അങ്ങനത്തെ പല വിനോദങ്ങളും നമുക്ക് UK ആൾക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതായത് നമ്മൾ ഷെയറിങ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാർ പോർച്ചോ അല്ലെങ്കിൽ പാർക്കിംഗ് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ റോഡിന്റെ 2 സൈഡിലുമാണ് ഇവിടുത്തെ ആൾക്കാർ പാർക്ക് ചെയ്യാം. അങ്ങനെയാണ് നമ്മളും ചെയ്യാറ്. പിന്നെ നമ്മളുടെ പുതുപുത്തൻ വണ്ടി അല്ലാത്തത് കൊണ്ടും ഇതിന്റെ ഉള്ളിൽ വലിയ ക്യാമറകളും ഒന്നും സാഗമ വസ്തുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ പറഞ്ഞു വന്ന ഒരു ദണ്ഡം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിലേ ഈ 2 സൈഡ് മിറർ ഞങ്ങളുടെ ആടി തൂങ്ങി ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ണാടികളാണ്. അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഏതൊരു തെണ്ടി നല്ല ദണ്ണുണ്ട്. അതാണ് ഏതൊരു കൊരങ്ങൻ അല്ലെങ്കിൽ കൊരങ്ങെത്തി ആരായാലും അത് ഒടിച്ചു വെച്ചേക്കണം. അതായത് ശ്രീകുട്ടന്റെ സൈഡ് മിറർ ഇട്ടാ, ഡ്രൈവർ സീറ്റിന്റെ സൈഡ് മിറർ ഇങ്ങനെ ഇരിക്കണ രാവിലെ. അത് ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങിയപ്പോ ഇതിങ്ങനെ ഇരിക്കണം. അപ്പൊ ഞങ്ങളുടെ നെഞ്ചൊന്ന് കത്തി. പിന്നെ കത്തിയിട്ട് കാര്യമില്ലല്ലോ, അത് വെള്ളമിട്ട് ഞങ്ങൾ അടക്കി ടേപ്പ് ഇട്ട് ഒട്ടിച്ച് ഞങ്ങള് മുന്നോട്ട് പോവാണ്. ഇത് കാരണം ഇവിടെ ആണെങ്കിൽ നല്ല സ്പീഡിൽ പോണോണ്ട് ഈ കാറ്റത്ത് ഇത് വേണമെങ്കിൽ ഇളകാവുന്നേ ഉള്ളൂ. അതെ, നാട്ടില് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വരെ വണ്ടി ഓടിക്കാം. അയ്യോ, ഇതിനി പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ വന്ന് എന്നെ തല്ലും. ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയി നമ്മുടെ നാട്ടിലും. പക്ഷെ ഞാൻ പറയാം, കുറച്ച് അതായത് നമ്മളുടെ അല്ലെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിലെങ്കിലും കയറ്റി, അത് സൺഡേ ഓഫ് ഉള്ള വർക്ക്ഷോപ്പ് ആണെങ്കിൽ നമ്മൾ ചേട്ടന്റെ വീട്ടിൽ പോയൊക്കെ തട്ടിച്ചേട്ട് ഒന്ന് ഇത് ഒട്ടിച്ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഓപ്ഷൻസ് ഇല്ലാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മളുടെ സൈഡ് മിറർ, ഇതിങ്ങനെ കിടക്കുന്ന സൈഡ് മിറർ നമ്മൾ ടേപ്പ് ഇട്ട് ഒട്ടിച്ച്, അപ്പൊ നമ്മൾ പാർക്ക് ചെയ്തത് സ്ഥലത്തുനിന്ന് ഞാൻ ഓടി വീട്ടിലേക്ക് കേറി ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ടേപ്പും കൊണ്ട് വീണ്ടും ഓടി ഇത് ഒട്ടിച്ചു. അപ്പൊ ഇന്നലെ നമുക്ക് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ രാത്രി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വിലപ്പെട്ട 5 കിലോന്റെ അരി ഞങ്ങൾ ബില്ല് ചെയ്തു. പക്ഷേ അവിടെ വെച്ച് മറന്നു ആ ചാക്ക്. അപ്പൊ ഞങ്ങളുടെ ആ പ്ലാനിൽ രാവിലെ പോയിട്ട് ആ അരി എടുത്തോണ്ട് വരാം, വണ്ടിയിലങ്ങ് വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അരി വാങ്ങണേണ്ട സ്ഥലത്ത് പോയി. ആ ചേട്ടൻ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ആ ചേട്ടൻ അരി എടുത്ത് തന്നു ഞങ്ങൾക്ക്. അപ്പോഴേക്ക് സമയം 8:20 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന, അതായത് അത് കൂടെ തന്നെ നമ്മളുടെ വീട്ടിന്റെ വഴി കൂടെ തന്നെ പോരണം. ഓക്കെ, അത് കൂടെ പോകുമ്പോഴാണ് ശ്രീകുട്ട പറഞ്ഞത് ചാർജർ എടുത്തോ. അപ്പൊ രാവിലെ ഞാൻ അവന്റെ കൊണ്ടുപോകുന്ന ബാഗിൽ നിന്ന് ചാർജർ എടുത്തിട്ടാണ് അവന്റെ ഫോൺ ചാർജ് ചെയ്തത്. അപ്പൊ വീണ്ടും ഞാൻ വണ്ടി തുറക്കുന്നു, ഓടുന്നു, മേലെ പോകുന്നു, ചാർജർ എടുത്തോണ്ട് വരും. ഈ 3 റൗണ്ട് ഓട്ടം കഴിഞ്ഞതിന്റെ ശേഷമാണ് കറക്റ്റ് 8:30. അപ്പൊ നമ്മളുടെ കയ്യിൽ സമയം അരമണിക്കൂർ കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത് ഓൺ ടൈമിൽ ഇറങ്ങാൻ പറ്റി.
അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വർക്ക്ഷോപ്പിന്റെ ഇൻട്രോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെ ഞാൻ കാണാൻ സുന്ദരിയായിട്ടുണ്ടോ? വർക്ക്ഷോപ്പ് അവിടെ തന്നെയാണ്, ബേസ് സ്റ്റുഡിയോയില് തന്നെയാണ്. ഇന്നൊരു സെമി ക്ലാസിക്കൽ പോലത്തെ ഒരു എന്താണ് കൊറിയോഗ്രാഫിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആനിമൽ സോങ്ങില് സത്തരംഗീന്റെ സോങ്ങിലാണ് ചെയ്യാൻ പോണത്. അതാണ് ഇങ്ങനത്തെ ഒരു അറ്റയറില്. അപ്പൊ നമ്മളുടെ കുട്ടികളെ കാണാം, വർക്ക്ഷോപ്പ് നടക്കുന്നത് കാണാം, എന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണാം. ഓക്കെ, ഇന്നൊരു മഴക്കാറാണല്ലോ. മഴ ദിവസമാണെങ്കിൽ നമ്മുടെ റീൽസ് ഒക്കെ മുങ്ങും. നോക്കാം. എനിവേസ് നമുക്ക് പോകാം. എന്ത് തോന്നുന്നു ഇതുവരെയുള്ള ക്ലാസ്? ഞാൻ എല്ലാ പ്രാവശ്യം നിങ്ങളെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പറഞ്ഞോ? ഞാൻ എന്ത് ചെയ്യാനാ? ഇതുവരെ എങ്ങനെ പോണു? ഇതെന്നെ പറയാവോ? കേട്ടോ, ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താ അറിയോ? എന്നെ തന്നെ നിങ്ങൾ പുകഴ്ത്തി പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നു. എന്ത് സൂപ്പർ അല്ലേ? ഇതുവരെ എന്ത് തോന്നുന്നു? ഇതൊന്നും ഞാൻ പറഞ്ഞിപ്പിച്ചതല്ല കേട്ടോ. അഞ്ജലി, എന്ത് തോന്നുന്നു? ക്ലാസ് നന്നായി പോണ്ട? ഓക്കെ, നിങ്ങൾ പറയോ? പുകഴ്ത്തി മാത്രമേ പറയാവൂ. എങ്ങനെയുണ്ട്? എന്തത് മറ്റേ പെണ്ണ് കാണാൻ വന്നവരെ എങ്ങനെയുണ്ട് ഇതുവരെ? വളരെ നന്നായിട്ടില്ലേ? ഒന്നും പറയാനില്ല, എന്തൊക്കെയാ പറഞ്ഞൂടെ? സൂപ്പർ അല്ലേ? ഓ, ഭയങ്കര പ്രാക്ടീസ്. എങ്ങനെയുണ്ട് ഇതുവരെ? സൂപ്പർ, നന്നായി പോകുന്നില്ലേ? എങ്ങനെയുണ്ട് ഇതുവരെ? രണ്ടുപേരുണ്ടെന്നോ? ഒരാളല്ല, ഇതിങ്ങനെ ഭയങ്കര പോവാ. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ? ഭയങ്കര. എങ്ങനെ പോണു ഇതുവരെ? അതിന് മുഖത്ത് എന്താ അതൊന്നും കാണാൻ? ചിന്നു ചേച്ചിനെ കാണിച്ചില്ല. ചിന്നു ചേച്ചി ഇതുവരെ എങ്ങനെ പോന്നു? ഇതുവരെ എങ്ങനെ പോന്നു? ഞാൻ ഇത് അറിഞ്ഞില്ല. ഏയ്, നന്നായില്ലേ? ഇതിനു വേണ്ടി മാത്രം ഞാൻ വീഡിയോ ഇവനോടും ചോദിക്കാം. എങ്ങനെ പോകുന്നു മോനെ? സൂപ്പർ. ഇവൻ കണ്ടിട്ട് പോലും ഇല്ല കൊറിയോഗ്രാഫി. ഗൈസ്, ഓക്കെ ഗൈസ്, ഇതിപ്പോ നമ്മുടെ ചിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വർക്ക്ഷോപ്പ് എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടോ? ഞാൻ എല്ലാ പ്രാവശ്യം പറയും, ഞാൻ ഇങ്ങോട്ട് പറയാം. ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട്, ഞാൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ബോധം പോകും. അതായത് പിന്നെ അതിന്റെ ഒരു വേളത്തിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ഓവറാക്കി ഹലോ ഗേൾസ് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇവരോട് പ്രോമിസ് ചെയ്തിരുന്നു. ആരോട്? ഇവരോട്, നിങ്ങളോട് പ്രോമിസ് ചെയ്തായിരുന്നു ഞാൻ വൃത്തിക്ക് ഒരു വ്ളോഗ് എടുക്കാം, പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷം. ഇനി ഈ ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾ റീൽസിന് വേണ്ടി പലതും നടു റോട്ടിൽ ഈ UK തെരുവിലൂടെ ഞങ്ങൾ വീണ്ടും സഞ്ചരിക്കാൻ പോവാണ്. ഒരു
കുട്ടിയെ പോലെ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ബൈ. അപ്പൊ ബൈ ഇല്ല, നമ്മള് നിങ്ങളോട് ബൈ ബൈ പറയും ഇവരോട്. ബൈ ഗൈസ്, നമുക്ക് ഇനി നടു റോട്ടിൽ കാണാം. എല്ലാ പ്രാവശ്യം സംഭവിക്കുന്ന പോലെ ഞങ്ങള് നല്ല കുട്ടികളായിട്ട് അയ്യോ ആ സ്റ്റുഡിയോയില് നമ്മള് വ്ളോഗ് എടുക്കുന്നത് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ തേരാപ്പാരയുള്ള നടു റോട്ടിൽ വന്ന് കുറച്ച് റീൽസ് എടുക്കണം. എന്നാലേ ഞങ്ങൾക്ക് അതൊരു സമാധാനമാവുള്ളൂ. ഞാൻ പിള്ളേരെ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം നമ്മളുടെ ആൾക്കാരാണ്. എന്താണ് അങ്ങനെ നമ്മളുടെ വിജയകരമായിട്ടുള്ള വർക്ക്ഷോപ്പ് തീർന്നിരിക്കുകയാണ്. നല്ല തണുപ്പത്ത് ഞങ്ങള് ചെരുപ്പൊന്നും ഇല്ലാണ്ട് കുറെ നേരം റീൽസ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. ഇപ്പൊ എല്ലാരും ഓരോ വഴിക്ക് പിരിഞ്ഞു. ഞങ്ങൾ ഇതാ വീട്ടിൽ പോവാൻ നിൽക്കുന്നു. ഇന്ന് സൺഡേ ആണ്, അപ്പൊ നാളെ തൊട്ട് നമ്മൾ വർക്കിംഗ് ആണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ സമയം 3 മണി ആവാനായി. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ശ്രീകുട്ടൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചാൽ അവിടെ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലേ. എൻ്റെ ഫോണിന്റെ ചാർജും ഏകദേശം ഓഫായി തുടങ്ങി. അപ്പോൾ കൂടുതൽ ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല. ഇന്ന് വർക്ക്ഷോപ്പ് അടിപൊളിയായിരുന്നു. നല്ലൊരു സെമി ക്ലാസിക്കൽ ഫോം ആയിരുന്നു ആൻഡ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഇങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇതാ ബാക്കിൽ കാണുന്ന ചെട്ടിനാട് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീകുട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി, കാറ് ഞങ്ങൾ വേറെ സ്ഥലത്ത് നിർത്തിയിട്ട് ഇങ്ങനെ നടന്ന് വന്നതാ. അപ്പോൾ ഇവിടെ തന്നെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ കാർ എടുക്കാൻ പോയതാണ്. എനിവേയ്സ് നമുക്ക് ഞാൻ ഇങ്ങനെ പാർക്കിംഗ് സ്ലോട്ടേ ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിവേയ്സ് അപ്പോൾ നമുക്ക് ശ്രീകുട്ടൻ വന്നു. ഇനി നമുക്ക് ചെട്ടിനാട് പോയിട്ട് കുറെ കാലമായി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട്. നമ്മളുടെ ഡോവർ സൈഡിലൊന്നും അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ഇപ്പം ലണ്ടനിൽ വന്നപ്പോഴും നമ്മൾ വർക്ക്ഷോപ്പിനൊക്കെ വരുമ്പോൾ അങ്ങനെ കയറാറില്ല. ഇപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് സമയമുണ്ട്. ഇന്നൊരു ഹാപ്പി മൂഡായതുകൊണ്ട് നമ്മൾ ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് പോയിട്ട് എന്തൊക്കെ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി നല്ല ഒരു ആംബിയൻസും നല്ല ഡീസൻറ്റ് ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്തു. ആൻഡ് എന്തൊക്കെ കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രീകുട്ടൻ ഒരു പപ്പടം ഫാൻ ആയതുകൊണ്ടും UK പപ്പടം ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. സോ പപ്പടം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ 3 ഡിപ്പുകളാണ് മറ്റത്. പിന്നെ ലസ്സി ഉണ്ട്. ആൻഡ് ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് താലിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീകുട്ടൻ എന്തോ ചിക്കൻ ചെട്ടിനാടോ അത് അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ കറി റൈസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഷോട്ട് മാത്രം ഞാൻ എടുത്തില്ല, അത് മറന്നുപോയി. ഞാൻ എൻ്റെ സൂപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖം ഉണ്ടായിരുന്നു. അതായത് നീ കുടിച്ചു നോക്കടാ, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആണ് ഞാൻ ആ എക്സ്പ്രഷൻ ഇട്ടത്. പപ്പടം കഴിക്കുന്നുണ്ട്, അതും നല്ലതായിരുന്നു. പപ്പടത്തിന് വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ലല്ലോ. വായിൽ വെള്ളം വരുന്നു കേട്ടോ ഇതിൻ്റെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ. സോ അതൊക്കെ നമ്മൾ കഴിച്ചു. ആൻഡ് ചിക്കൻ 65 അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ രണ്ടാമതും ഓർഡർ ചെയ്തു. സോ ചിക്കൻ 65 കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിച്ചത് ഫിഷ് താലി ആയിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് എവിടെയോ മിസ്സായി പോയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ചന്നം ഭിന്നം അന്നത്തെ കാര്യങ്ങൾ സംസാരിച്ച് എൻ്റെ മുഖത്ത് ഗൗരവം കണ്ടിട്ട് എന്തോ കാര്യമായിട്ട് ചിക്കൻ 65ൻ്റെ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് എൻ്റെ മുഖത്ത് ആ ഗൗരവം ഞാൻ ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുമ്പോഴാട്ടോ ഞാൻ കുറച്ച് ഗൗരവത്തിലാണല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെട്ടിനാട് റെസ്റ്റോറൻറ്റ്, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇറ്റ് വാസ് അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ചെയ്യുന്നുള്ളൂ. അടിപൊളി വർക്ക്ഷോപ്പ്.
വെരി ഗുഡ്. വെരി ഗുഡ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ല. നമ്മൾ ഗൂഗിളിൽ റിവ്യൂ നോക്കി പോയതാണ്. അപ്പോൾ ചതിച്ചില്ല. മോശം ചെട്ടിനാട് റെസ്റ്റോറന്റ് ആയിരുന്നു. അപ്പോൾ ചെട്ടിനാട് സ്റ്റൈല് ആണ്. ചെട്ടിനാട് സ്റ്റൈൽ അല്ല, ഐ മീൻ ചെട്ടിനാട് സ്റ്റൈൽ അല്ലേ? ചെട്ടിനാട് എന്ന് പറയുമ്പോൾ തമിഴ്നാടാണോ? തമിഴ്നാട്ടിലാണ് ചെട്ടിനാട്. അപ്പോൾ ചെട്ടിനാട് സ്റ്റൈൽ ഫുഡ് ആയിരുന്നു. ചെട്ടിനാട് റെസ്റ്റോറന്റ് എന്നാണ് പേര്. ഫുഡ് വാസ് ഗുഡ്, ഒത്തൻറ്റിക്, ലെജിറ്റ് ആണ്. അതായത് നല്ല ഫുഡായിരുന്നു. പ്രൈസും വലിയ കുഴപ്പമില്ല, അത്രയ്ക്ക് കത്തിയൊന്നും പറയാനില്ല. ഗുഡ് ഫുഡും കുഴപ്പമില്ല. നമ്മൾ കുറേ ആയി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എല്ലാ ഇന്ത്യൻ റെസ്റ്റോറന്റ് പോകുമ്പോൾ നമ്മള് പറയണത് ഏതപ്പോൾ ലാസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി? നമ്മള് വർക്ക്ഷോപ്പിന് ടേസ്റ്റ് ഇന്ത്യ ടേസ്റ്റ് ഓഫ് കേരളയിൽ പോയി. ടേസ്റ്റ് ഓഫ് കേരള ഓക്കെ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ്. ലിൻഡു വഴി പരിചയപ്പെട്ട റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നെ അവർ ചേച്ചിനായിട്ട് കമ്പനി ആയി. പക്ഷേ ഫുഡും അവിടുത്തെ ഷെഫ് ആ ചേട്ടനായിട്ട് നമ്മൾ കമ്പനി നല്ലൊരു ചേട്ടനാണ്. അതുകൊണ്ട് പൊക്കി പറയല്ല. പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആ പാൽ പൊറോട്ടയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഞാൻ എന്നെ തന്നെ കാണിക്കാം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുകയാണ് ഗൈസ്. നമ്മൾ ചെട്ടിനാട് പോയിട്ട് നല്ല റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. അതായത് ഇതിന്റെ മുന്നേ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ വ്ളോഗ് ഇട്ടിട്ട് അയ്യോ എന്നായിപ്പോയ സീനൊന്നല്ല, നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങള് കേരള സ്റ്റൈൽ ഫുഡായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ തമിഴ്നാട് സ്റ്റൈലായിരുന്നു. മെനു ലിമിറ്റഡ് ആണ്. മെനുവിലുള്ള കാര്യങ്ങളും എന്താ പറയാ ഇങ്ങനെയൊക്കെയാണ്. എന്താണ് മീൻ കുളമ്പ്, ഒത്തന്റിക് തമിലിയൻ ഫ്ലേവറും അവരുടെ കാര്യങ്ങളുമാണ്. അപ്പോ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ഷോർട്സ് ഞാൻ ഫുഡിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോഴേക്കും ലസ്സി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സമയം 5:30 ആയിട്ടുള്ളൂ. ഇപ്പൊ സമയം 5:35. ഇന്നലെ സാറ്റർഡേ അങ്ങനെ കഴിഞ്ഞു. കാരണം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്ടായിരുന്നു. സൺഡേ ഇങ്ങനെയും കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് വീണ്ടും നമ്മൾ ജോലിക്ക് കയറും. നാളെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. സോ എനിക്ക് എങ്ങോട്ടും പോകണ്ട. ശ്രീകുട്ടർ പോണം. ടയേർഡാണ് കഴിച്ച്. ഇന്നലെ തന്നെ ഉറക്കം കിട്ടി. പക്ഷെ കുറച്ചും കൂടി ഉറങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ സാറ്റർഡേ സൺഡേസ്. പക്ഷെ അത് ശരിയായില്ല. എനിവേസ്, അപ്പോൾ ഞാൻ വ്ളോഗ് ഇങ്ങനെ എൻഡ് ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ വ്ളോഗ് അത്യാവശ്യം ഞാൻ എന്താ പറയാ നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മറന്നൊന്നും പോയില്ല. അപ്പോ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എനിക്ക് എല്ലാ വർക്ക്ഷോപ്പും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വൈബും പുതിയ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. മലപ്പുറത്ത് ഒരു പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു നാട്ടുകാരിനെ കിട്ടി. കുറ്റിപ്പുറം എടപ്പാളുള്ള ഒരു കുട്ടി, പെരുമ്പറമ്പുള്ള കുട്ടീനെ കണ്ട് അഞ്ജലിനെ പരിചയപ്പെട്ടു. യൂട്യൂബ് വ്ലോഗ് ഉണ്ട്. ആ കുട്ടിക്ക് ഒരു യൂട്യൂബ് വ്ലോഗ് ഉണ്ട്. ഇത് എന്താ നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ, ഞാനും അറിഞ്ഞില്ല ഗൈസ്. എന്റെ കാട്ടിലും യൂട്യൂബ് ഫോളോവേഴ്സ് ഉള്ള കൊച്ചായിരിക്കും അത്. ഞാൻ വലിയ കാര്യത്തിൽ അത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ ടാഗ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്നൊന്നും പറയാൻ എനിക്ക് അങ്ങനെ ഇല്ല. ഞാന് വളരെ നല്ല പാവപ്പെട്ട ഒരു കൊച്ചാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പിള്ളേരെ പരിചയപ്പെട്ടു. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പിള്ളേരും ഉണ്ട് കേട്ടോ. അവരെ കുറിച്ചിട്ട് എടുത്തു പറയണം. കാരണം അവര് ഫസ്റ്റ് വർക്ക്ഷോപ്പ് തൊട്ടിട്ട് എനിക്ക് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പേരിൽ വളരെ മോശമാണ്. എനിക്ക് പേര് ഓർത്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. 1-2 പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് തോന്നൂലേ ചേച്ചിക്ക് അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ സ്ഥിരം വരുന്ന, അതായത് എന്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് തൊട്ട് ഇത് എനിക്ക് തോന്നുന്നു 5ാമത്തെ 6ാമത്തെ വർക്ക്ഷോപ്പാണ്. സ്ഥിരമായിട്ട് വരുന്ന പിള്ളേരുണ്ട്. ആൻഡ് എല്ലാരും നല്ല കുട്ടികളാണ്. പിന്നെ ഇന്ന് പുതിയ ആൾക്കാര് എന്താ പറയാ പുതിയ ആൾക്കാരും അടിപൊളി പിള്ളേരായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ചിന്നു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതന്നെ
അങ്ങനെ ഞാൻ ഒരാളുടെ പേര് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിരിക്കും. എനിവേസ്, പിന്നെ ആ നട്ടപ്പൊരി വെയിലെന്നാണല്ലോ നാട്ടിൽ പറയാം, നട്ടപ്പൊരി തണുപ്പിൽ പൊരിഞ്ഞ് കാലൊക്കെ താണത്ത് കൊടുങ്കാറ്റിന്റെ ഇടയ്ക്ക് ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തു. അതൊക്കെ ഒരു സന്തോഷല്ലേ. അപ്പൊ അതൊക്കെ എടുത്ത് എല്ലാരും ഹാപ്പി ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും എന്റെ സ്റ്റുഡൻസ് ഇപ്പൊ വ്ളോഗ് കാണുകയാണെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, എന്നെ കുറിച്ച് നല്ലത് മാത്രമേ കമന്റ് ചെയ്യാവൂ. ഓക്കെ, സോ എല്ലാരും സന്തോഷമായി. അവര് ആ ഉള്ള 2 മണിക്കൂർ അവര് ഹാപ്പി ആയിട്ട് അവർക്ക് അയ്യോ ആ ലെസ്റ്ററിന് അതും വയ്യായിരുന്നു ആ കുട്ടിക്ക്. ഗോപിക എന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, ചേച്ചി വരാൻ പറ്റും തോന്നില്ല, എനിക്ക് വയ്യാന്ന്. സാൻ ഇന്ന് എങ്ങനെയൊക്കെയോ ആള് ഒന്ന് ഉഷാറായി സടക്കൊട്ടഞ്ഞ് എണീച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വരാൻ പറ്റാത്ത 2-3 പേരുണ്ടായിരുന്നു. വരാൻ പറ്റാത്ത 2-3 പേര് ഉണ്ട്. എനിവേസ്, എല്ലാവർക്കും താങ്ക്സ് ഉണ്ടോ. പിന്നെ അതെ, ഒരു 2 മണിക്കൂർ അവർക്കും ഒരു എന്താ പറയാ, ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഡാൻസും പാട്ടും എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അവര് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. ഇനി കുറച്ച് അടുത്ത മാസം കുറച്ച് സന്തോഷകരമായ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വ്ളോഗ് എന്തായാലും, എനിക്ക് കിളി പോയിട്ടില്ലെങ്കിൽ ഞാൻ വ്ളോഗ് എന്തായാലും എടുക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യമായിട്ട് വ്ളോഗ് യൂട്യൂബിലെ വ്ളോഗ് തുടങ്ങിയത് എന്തായിരുന്നു? UK to ഇന്ത്യ ട്രാവൽ അല്ലേ? UK-യിൽ നിന്നും വിട പറയുന്നു നടന്ന്. ഇനി ഞാൻ UK അതിന്റെ ഇൻട്രോ കാണുമ്പോ ഉണ്ട് ഞാൻ പറയുന്നത്, ഇനി ഞാൻ UK-യിലേക്ക് കാലേ കുത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പൊ 1.5 വർഷം ആവാനായി ഞാൻ UK വന്നിട്ട്. ഓ മൈ ഗോഡ്, ടൈം ഫ്ലൈസ് എന്നൊക്കെ പറയണ പോലെ വല്ലാത്തൊരു ഫ്ലൈ ആയിപ്പോയി. എനിവേസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ പുതിയ വർഷം തുടങ്ങി കുറെ, അതായത് ഇനി വരുന്ന മാസങ്ങൾ ശ്രീകുട്ടന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. വലിയ സംഭവം ആനച്ചക്ക കാര്യത്തിനൊന്നും നമുക്ക് ഒരു പ്ലാനും ഇപ്പോഴും ഇല്ല. പക്ഷെ ഞാൻ പറയാം, ശ്രീകുട്ടന്റെ ഞങ്ങളുടെ എല്ലാം ഇങ്ങനെ അടുപ്പിച്ച്, അതായത് ഏപ്രിലിൽ ശ്രീകുട്ടന്റെ ബർത്ത്ഡേ, മെയ്യില് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, മെയ് ജൂണില് എന്റെ ബർത്ത്ഡേ, അങ്ങനെ 3 മാസം അടുപ്പിച്ചിട്ടുള്ള സംഭവമാണ്. എത്ര വർഷമായി അറിയോ? എത്ര വയസ്സാണ്? വയസ്സല്ല, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? എനിക്ക് തോന്നി ബസ്സിനെ നോക്കി നിന്നതാ. ഓക്കെ, എത്ര വർഷമായെന്ന് അറിയില്ല. ഇതിപ്പോ 3 കൊല്ലമായി തോന്നുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ല. 10-20 കൊല്ലം കഴിയും. പിന്നെ ഒരു അവസാനം പോകും. പിന്നെ ഞാൻ വ്ളോഗ് മരിക്കണത് മാത്രം വ്ളോഗ് എടുക്കാൻ പറ്റില്ല. എന്താ, നിനക്ക് എടുത്തൂടെ? ഞാൻ മരിക്കുമ്പോ ആര് അപ്ലോഡ് ചെയ്യും? നീ അപ്ലോഡ് ചെയ്യും. അല്ല, ഞാൻ മരിക്കാൻ കിടക്കണ വ്ളോഗ് നീ അപ്ലോഡ് ചെയ്യും. ആര് അപ്ലോഡ് ചെയ്യും? നീ പിന്നെ എന്തിനാ ഞാൻ വൈറലായാലോ? പിന്നെ അനക്ക് അതുവരെ കിട്ടാത്ത ഫോളോവേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ട് നീ കുഴി പോകുമ്പോ കൊണ്ടുപോകും. അല്ല, അപ്പൊ ഞാൻ ചാനലിന്റെ പേര് നമ്മള് ഭയങ്കര ബോറ് സംസാരാണ്. എനിവേസ്, ഞാൻ വയസ്സായാലും വ്ളോഗ് ചെയ്യും. വയസ്സാവുമ്പോ ചിലപ്പോ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആയാലോ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു അമ്മൂമ്മ ഉണ്ട്. ഫോളോ അല്ല, ഓർമ്മണ്ടോ? ഹലോ ഗൈസ്, ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് അമ്മൂമ്മ. അതേമാതിരിയാവും ഞാൻ. പിന്നെ എനിക്ക് വയ്യാതൊക്കെ ആയിക്കഴിഞ്ഞാ ശ്രീകുട്ടൻ വ്ളോഗ് എടുക്കണം. ഇതിലേക്ക് നീ അപ്പൊ കറക്റ്റ് അങ്ങനെ പോയാ മതി. ഞാൻ പഠിപ്പിച്ചരാം, അതിന്റെ മുന്നേ പഠിപ്പിച്ചരാം. ഇപ്പൊ അവള് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഗൈസ്. പിന്നെ 90ാമത്തെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഊതുമ്പോ പല്ലൊക്കെ തെറിച്ചു പോണത്. 90 വേണ്ട, ഒരു 60 വയസ്സോ. എന്തൊക്കെയോ പറഞ്ഞു. എനിവേസ്, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. കൊഴപ്പില്ല, ഇങ്ങനെയൊക്കെ പോന്നു. ഇങ്ങനൊക്കെ പോയാ പോരാ, ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ. അതിപ്പോ അതാരോ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ മുന്നത്തെ ഒരു വീഡിയോന്റെ താഴെ ഏതോ ഒരു ചേട്ടനാണോ ചേച്ചിയാന്ന് അറിയില്ല, ഞങ്ങള് ബ്ലെസ് ചെയ്യാണ് 2 പേർക്കും ഉടനെ അടുത്തതായിട്ടൊരു കുട്ടി ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ ഇനി ലൈഫിൽ കുറെ കാര്യങ്ങൾ നടക്കാണ്ട്, അപ്പോഴും ഞാൻ വ്ളോഗ് എടുക്കും ഗൈസ്.
എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്, ബൈ.